ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് എവരിബഡി. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് എവരിബഡി. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്തേതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ. നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവുമില്ലാത്ത ഒരു പരിശ്രമവും ഫലം കാണത്തില്ല. അത് തീർത്തും അപൂർണമായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവർ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നോക്കേണ്ട. ഈ യാത്ര നിങ്ങളുടേതാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അതിൻ്റെ വേഗവും അതിൻ്റെ ലക്ഷ്യവും എല്ലാം നിർണയിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെല്ലാവരും ഈ സെഷനിൽ പങ്കെടുക്കുന്നത് വലിയൊരു ലക്ഷ്യം നിങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് അതെങ്ങനെയെങ്കിലും നേടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. ഒരു സർക്കാർ ജോലി എങ്ങനെയെങ്കിലും വാങ്ങണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ ഗ്രൂപ്പിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ സെഷന്റെ ഭാഗമായിട്ടുള്ളത്. ഇതിലിരിക്കുന്ന ഒരു കുഞ്ഞിന് പോലും എനിക്ക് ജോലി വേണ്ട എന്നുള്ളൊരു അഭിപ്രായമില്ല. നിങ്ങൾ പലരും പല റാങ്ക് ലിസ്റ്റുകളിലും ചിലപ്പോൾ ഉൾപ്പെട്ടവരാകാം, ചിലപ്പോൾ എക്സാം എഴുതിയിട്ട് ഉൾപ്പെടാതെ പോയവരാകാം, അതേപോലെ ചില ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ട് ആ ലിസ്റ്റിന്റെ കാലാവധി തീർന്നു പോയിട്ടുള്ളവരാകാം. അങ്ങനെയൊക്കെയുള്ള പലവിധ പ്രയാസങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോയവരാണ്. പക്ഷെ ആ കഴിഞ്ഞതെല്ലാം നമുക്ക് മറന്നുകൊണ്ട് പുതിയൊരു പ്രയാണം, പുതിയൊരു യാത്ര, അതാണ് നമുക്ക് ഇവിടെ ആരംഭിക്കേണ്ടത്. അതാണ് തുടക്കത്തിലെ ഞാൻ പറഞ്ഞത്. ഭുവനൈക ശില്പി പടച്ച തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചപ്പോ നമ്മുടെ ആ മനുഷ്യഹൃത്തിനെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ മിഴിനീരിലിട്ട് ഉരുക്കിടുവാണ്. ഏതോ ഒരു പണിത്തരത്തിന് ഉപയുക്തമാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കഷ്ടപ്പാടുകള്, ബുദ്ധിമുട്ടുകള് എന്തായാലും ജീവിതമാണ്, നമുക്ക് നേരിടേണ്ടി വരും. സ്വർണത്തെ ഉരുക്കി ആണ് ആഭരണങ്ങള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ആഭരണങ്ങളിലേക്ക് മാറ്റിയെടുക്കുന്നത്. ഒത്തിരി നടപടിക്രമങ്ങള് അത്രയും അത് ഉരുക്കി ഒക്കെ ചെയ്തിട്ടാണ്, ആ പണിത്തരം ചെയ്തിട്ടാണ് അത് ആഭരണമാക്കി മാറ്റിയെടുക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ, ചിലപ്പോൾ പലവിധ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകാം. അതിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ട് അതെല്ലാം നമുക്ക് കിട്ടുന്ന ഓരോ ഗുണപാഠങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കുതിച്ചു മുന്നേറാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് നമ്മളുടെ മനസ്സിലെടുക്കേണ്ട, നമ്മൾ എടുക്കേണ്ട തീരുമാനം. അതല്ലാതെ ഒന്നും നടക്കില്ല എന്ന് കരുതിയിട്ട് എല്ലാം പാതി വഴിയിൽ അവസാനിപ്പിക്കലല്ല നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ജേണി ടു CDPO, ഈ യാത്രയിൽ നിങ്ങൾ അതിൽ ആദ്യ അവസാനം വരെ നിന്ന് അതിൽ പഠനങ്ങളിൽ അതിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എക്സാമിൽ മികച്ച ഒരു വിജയം എനിക്ക് ഉണ്ടാകും എന്നുള്ള ഒരു തീരുമാനം. അപ്പൊ തുടക്കം തന്നെ നമുക്ക് വേണ്ടത് അതിനുള്ളൊരു ആത്മവിശ്വാസമാണ്. ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും ഇല്ലാതെയായി പോകുന്ന ഒരു ഘടകവും ഈ പറയുന്ന സംഭവം തന്നെയാണ്. പലപ്പോഴും നമ്മുടെ പലവിധ പ്രശ്നങ്ങൾ, പ്രയാസങ്ങളെല്ലാം കൊണ്ട് നമ്മളുടെ ആത്മവിശ്വാസം ചോർന്നു പോകുന്ന, അതല്ലെങ്കിൽ നമ്മളുടെ സഹപ്രവർത്തകർ നമ്മൾക്ക് നൽകുന്ന ഒരു ചില കാര്യങ്ങൾ നമ്മളെ അറിയിക്കുമ്പോൾ, അതായത് വേറൊന്നുമല്ല, ഇപ്പോ ഉയർന്നു വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഉടൻ തന്നെ ഒരു വിജ്ഞാപനം വരത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളെ പിന്നോട്ട് നയിക്കുന്ന ചില ഘടകങ്ങളുണ്ട്.
അങ്ങനെ നമ്മൾ അവരുടെ വാക്കുകൾ കേട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ വലിയൊരു ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുകയാണ്. അതുകൊണ്ട് കുറെ ഇതിൽ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള പല കുട്ടികൾക്കും പലവിധ ആശങ്കകളും അവർ പങ്കുവച്ചു. രാവിലെ തുടങ്ങി പലരും പല രീതിയിൽ ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കുന്നു, നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുമോ? അതുമാത്രമല്ല, പ്രായപരിധിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇഗ്നോയിലാണ് പഠിച്ചത്, അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാൻ കഴിയുമോ, ഏജ് ലിമിറ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ, അതായത് മനുഷ്യന്റെ സംശയങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഇന്നിപ്പോ പറഞ്ഞു തന്നാലും അതൊരിക്കലും അവസാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊന്ന് പറയുന്നതിനും വേണ്ടിയിട്ട്. അത് മാത്രമല്ല, നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മള് ഇടവും വലവും നോക്കാതെ ഉള്ളൊരു പഠനം, നമ്മളുടെ പ്രായം, ഞാൻ എന്നും കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ പ്രായത്തിലേക്ക് നിങ്ങൾ നോക്കുക. ആ പ്രായം കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ വെച്ച് പുലർത്തിയിട്ട് കാര്യമില്ല. നമുക്ക് നമ്മളുടെ ആ പ്രായം തീരുന്നതിന് മുമ്പ് നമുക്ക് എഴുതാൻ പറ്റുന്ന മുഴുവൻ എക്സാമുകളും നമ്മൾ എഴുതുക. അതിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ ഭാഗം നമ്മളൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് നോക്കണം. അതല്ലാതെ അതിൽ ഒഴിവുകൾ ഉണ്ടാകത്തില്ല. അതല്ലെങ്കിൽ അത് എഴുതിയിട്ട് കാര്യമില്ല. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട്. ഇങ്ങനെയുള്ള കുറേ ചിന്താഗതികൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ഓരോ ചിന്താഗതികളിൽ നിന്നും നിങ്ങൾ ചിന്തിക്കുന്ന ഇത്തരത്തിലുള്ള ചിന്താഗതികളിൽ നിന്ന് നിങ്ങൾ ആ റാങ്കിൽ നിന്ന് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനീ പറയുന്നത് ഒരു 100% ശരിയാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പുസ്തകം എടുക്കുമ്പോൾ ഒഴിവുകളില്ല, ഒഴിവുകൾ കുറവാണ്, അപ്പൊ പിന്നെ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, അങ്ങനെ ഒരു ചിന്താഗതി മനസ്സിലേക്ക് കടന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ അത് ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾക്ക് കഴിയാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ യാത്രയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം അങ്ങ് വിസ്മരിച്ചേക്കണം. നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ നെഗറ്റീവിനെ മുറുകെ പിടിക്കുന്നത്? നമുക്കെല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ്. MSW, സൈക്കോളജി, ഹോം സയൻസ്, ഇതെല്ലാം PG ലെവലിൽ പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ നെഗറ്റീവ് ചിന്തിക്കാനായിട്ടുള്ള ഒരു ചിന്താഗതി കടന്നുകൂടുന്നത്? എന്തുകൊണ്ട് പോസിറ്റീവ് ചിന്തിക്കുന്നില്ല? എനിക്ക് കിട്ടും, എനിക്ക് ആ 1ാം റാങ്കിൽ തന്നെ എനിക്ക് കയറാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് ഈ ജോലി ഉറപ്പാണ് എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല? നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു വസ്തുതയാണ്. എപ്പോഴും നെഗറ്റീവാണ്. പക്ഷെ നിങ്ങളുടെ മക്കളോട്, വിവാഹം കഴിച്ചവരാണെങ്കിൽ അവരെയൊക്കെ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ വലിയ നീളത്തിലും വണ്ണത്തിലും ഒക്കെ അവരെ ഉപദേശിക്കും. നിങ്ങൾ അങ്ങനെ ആകരുത്, പോസിറ്റീവായിട്ട് ചിന്തിക്കണം. എന്തുകൊണ്ട് അമ്മമാരായ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല? അത് വലിയൊരു ചിന്തിക്കേണ്ട വസ്തുത തന്നെയാണ്. നമുക്ക് കഴിയും എന്നുള്ള ഒരു ചിന്താഗതി, അത് ഞാൻ പറഞ്ഞില്ലേ, ഈ കോഴ്സിൽ നിന്നല്ല, ഏത് കോഴ്സ് നിങ്ങൾ പഠിച്ചാലും നിങ്ങൾ ആ ചിന്താഗതിയിൽ മാറ്റം വരുത്തണം. പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തെ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് നിങ്ങൾ വെച്ച് പുലർത്തേണ്ടത്. ഇതെല്ലാം നടക്കില്ല, അതെത്തില്ല, അങ്ങനെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചിന്തിച്ചാൽ പോലും നിങ്ങൾ ആ റാങ്കിൽ നിന്ന് അകന്നകന്ന് പോകും. അതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത്, ഉദ്ദേശവും ലക്ഷ്യവുമില്ലാത്ത എല്ലാ പരിശ്രമങ്ങളും അപൂർണമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളത്. അപ്പൊ സാറേ, ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നും, ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു, 100% നിങ്ങൾക്കിതെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നെല്ലാം വ്യതിചലിച്ചു പോകുന്നു? അവിടെയാണ് ചിന്തിക്കേണ്ടത്. അതാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ, ഒരു അച്ഛനോട് ഒരു കുട്ടി പറയുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് അച്ഛാ കപ്പല് വലിയൊരു കടലില് ഈ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പല് എന്തുകൊണ്ടാണ് മുങ്ങിപ്പോകാത്തത്? നിറയെ വെള്ളമുണ്ടല്ലോ. പക്ഷെ അപ്പോൾ അച്ഛൻ്റെ മറുപടി എന്താണ്? ആ കുറേയേറെ വെള്ളമുള്ള ആ കടലിൽ നിന്ന് കുറച്ച് വെള്ളം ആ കപ്പലിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ
ആ കപ്പൽ മുങ്ങും മകനെ എന്നുള്ള മറുപടി. അപ്പൊ നമ്മൾക്ക് ചുറ്റും ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ള ഒരു കടലാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൽ നിന്ന് കുറച്ചെങ്കിലും നിങ്ങൾ ഉള്ളിലേക്ക് നിങ്ങൾ ആവാഹിച്ചെടുത്താൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? കപ്പലിന്റെ അവസ്ഥയാണ്. ആ പ്രശ്നങ്ങളെ നിങ്ങൾ ഉള്ളിലേക്ക്, ആ പ്രയാസങ്ങൾ ദുഃഖങ്ങളെ നിങ്ങൾ അതുപോലെ തന്നെ കടത്തിവിട്ടാൽ, അതിനെ നേരിടാനായിട്ട് നിങ്ങൾ തയ്യാറാകാതിരുന്നാൽ നിങ്ങൾ വിജയിക്കും. അതായത് നിങ്ങൾ അതിനെ സമർത്ഥമായിട്ട് തടയണം. നിങ്ങളുടെ അകത്തേക്ക് കടക്കാതെ ആ പ്രശ്നത്തിനെ, പ്രതിസന്ധിയെ അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അതല്ലാതെ ആ പ്രതിസന്ധിയെ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ കടത്തിവിട്ടാൽ അവിടെ സംഭവിക്കുന്നത് ആ കപ്പലിന്റെ അവസ്ഥ തന്നെയാണ്. അപ്പൊ അതെല്ലാം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുപോലെ എല്ലാം പിന്നെ ആവട്ടെ, അതാണ് വേറൊരു ചിന്താഗതി. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ അത് പിന്നെ ആവട്ടെ, നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരാത്ത സ്ഥിതിക്ക്. കാരണം ഞാൻ ഒരു ബാച്ച് ഇപ്പോൾ ക്ലാസ് നടക്കുന്നുണ്ട് ഈ CDPOയുടെ തന്നെ. പക്ഷെ കാണുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് ആർക്കും ഒരു ചൂടും ഒരു ശുഷ്കാന്തിയും ഇല്ലാത്തൊരവസ്ഥയാണ്. നാളെ ആവട്ടെ, കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉള്ളൊരവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതിൽ ഭയങ്കര തിരക്കായിരിക്കും, ക്ലാസ്സിലൊക്കെ ഭയങ്കര ഇടിയായിരിക്കും, നിൽക്കാനും സ്ഥലമില്ലാത്ത രീതിയിലുള്ള ഒരു തിരക്കായിരിക്കും. അതുമാത്രമല്ല വീട്ടിലും ഭയങ്കര ബഹളങ്ങൾ. അത് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു, എനിക്ക് പഠിക്കണം. എന്തുകൊണ്ട് ഇത് നേരത്തെ നിങ്ങൾക്ക് ആയിക്കൂടാ? ഇപ്പോൾ നമുക്ക് സമാധാനപൂർവമായിട്ട് പഠിക്കാം. പക്ഷെ നിങ്ങളെല്ലാം പിന്നെ ആവട്ടെ. പക്ഷെ ഇവിടെ പിന്നെ ആക്കുമ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്നത് നമുക്ക് ഒരു വലിയൊരു ലക്ഷ്യമാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതാണ് ഒരു കവിതയിൽ പറഞ്ഞതുപോലെ, കൊഴുപ്പേറി വീർത്തു പുലർച്ചക്കെണീറ്റു നടക്കണം പിന്നെയാവാം. അതുപോലെ വിഷം കഴിച്ചു മടുത്തു വല്ലതും കൃഷി ചെയ്യണം പിന്നെയാവാം. ഒടുക്കം നാട്ടുകാർ പറഞ്ഞു പിന്നെയാവാൻ പറ്റില്ല, വെച്ചിരുന്നാൽ നാറും. അപ്പൊ എല്ലാം പിന്നെയാവട്ടെ എന്ന് പറഞ്ഞ് വെച്ചു കഴിഞ്ഞാൽ അവസാനം പിന്നെയാക്കാൻ നമ്മളില്ലാത്തൊരവസ്ഥയിലേക്കാണ് കവിത പറയുന്നത്. അപ്പോൾ ഒന്നും പിന്നത്തേക്ക് വെക്കാതെ നമുക്ക്, നിങ്ങൾ ഈ പഠിക്കാൻ വേണ്ടി ഈ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അന്നെടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. ഓൺലൈൻ ക്ലാസ്സിൽ വരാൻ കഴിയുന്നവർ, കൂടാൻ കഴിയുന്നവർ കൂടുക. അതല്ല, ഓൺലൈൻ ക്ലാസ്സിന് കൂടാൻ കഴിയാത്തവരാണെന്നെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ അത് ഇടുന്ന മുറക്ക് ആ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. എന്നിട്ട് ആ ഓരോ ദിവസവും, അതായത് നമുക്കിപ്പോൾ എല്ലാ ദിവസങ്ങളിലും ക്ലാസ് നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ 3 ദിവസമാണെങ്കിൽ ആ 3 ദിവസം ബാക്കിയുള്ള 4 ദിവസം നിങ്ങൾക്ക് നല്ല പക്കയായി പഠിക്കാനായിട്ടുള്ളൊരു സമയമാണ്. നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് പഠിക്കാം. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉള്ള അവസ്ഥ എന്താണ്? അങ്ങനെ ഒരു റിലാക്സ് ടൈം നമുക്ക് കിട്ടുമോ എന്നാലോചിച്ച് നോക്ക്. നമുക്ക് എന്നാണ് ഇനി എക്സാം വരുന്നത് എന്നുള്ള ഭയങ്കര ഒരു ആശങ്കയാണ്. മനുഷ്യനായതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്തിലും ആശങ്കയും സംശയങ്ങളും ഒക്കെയാണ്. അയ്യോ ഇനി എക്സാം പെട്ടെന്ന് വരൂ, ഇനി നാളെ വരൂ, ഇങ്ങനെ ഒരു ചിന്താഗതികളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പഠനം വീണ്ടും ഉഴപ്പുന്നൊരു രീതിയിലേക്ക് വരും. ഇപ്പോൾ എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, സാർ എടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് റിലാക്സ് ചെയ്ത് പഠിക്കാം. അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കഴിവിനെ കുറച്ച് കാണരുത് എന്നുള്ളതും ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കഴിവുണ്ട്. കഴിവില്ലാത്തവരായിട്ട് ആരെയും തമ്പുരാൻ ഈ ഭൂമിയിലേക്കോ പടച്ചു വിടുന്നില്ല. എല്ലാവർക്കും കഴിവുണ്ട്. പക്ഷേ ആ കഴിവുകൾ നമ്മൾ കണ്ടെത്തി ഒരു അവസരം വരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഈ കഷ്ടപ്പാടുകളും ഈ ദുരിതങ്ങളും എല്ലാം നമുക്കുണ്ടാകുന്ന നല്ല നാളേക്ക് വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, നമ്മളെ തങ്കത്തെ കനകത്തെ ഉരുക്കി ആഭരണങ്ങളാക്കുന്നത് പോലെ നമ്മളെ മിഴിനീരിലിട്ട് മുക്കുന്നു എന്നാ പറയുന്നത്.
കണ്ണുനീരിലിട്ട് നമ്മളെ മുക്കിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ നമ്മളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കവി അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം അത്രയും കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരും. ജോൺ ഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ നിർബന്ധിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചു. അപ്പോൾ എന്തായാലും പ്രാരാബ്ധങ്ങളായി ജോലിക്ക് വേണ്ടിയിട്ടൊരു ഒരു പ്രൈമറി സ്കൂളിൽ ഒരു ജോലിക്ക് വേണ്ടി ചെന്നു. പക്ഷെ പരിചയക്കുറവും പഠിപ്പിക്കാനായിട്ടൊന്നും അറിയാത്തതൊക്കെ കൊണ്ട് കുട്ടികൾ കളിയാക്കലും ഒക്കെ ആയിട്ട് ആ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുവാണ്. അപ്പോൾ ഭാര്യ നിങ്ങൾ ജോലിക്ക് പോയിട്ട് ആ ജോലി നഷ്ടപ്പെട്ടു, ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, സാരമില്ല, നമുക്ക് അടുത്ത വേറെ ഏതെങ്കിലും തരത്തിലുള്ള ജോലിക്ക് വേണ്ടി ശ്രമിക്കാം, നിങ്ങളതുകൊണ്ട് സമാധാനപ്പെടുക എന്ന് പറഞ്ഞ് സാന്ത്വനപ്പെടുത്തി. അതിനുശേഷം വേറെ പലവിധ ജോലികളിൽ ഇദ്ദേഹം പോയെങ്കിലും ഓരോ ജോലികളിലും എല്ലാം ഇതേ അവസ്ഥകളിൽ തന്നെ തിരിച്ചു പോരേണ്ടി വന്നു. അതിന് പലവിധ പ്രശ്നങ്ങൾ. അവസാനം അദ്ദേഹം ഇന്ന് കരയുവാണ്. അപ്പോൾ ആ ഭാര്യ, ആ സ്നേഹസമ്പന്നയായ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, എന്തായാലും ഒരിക്കലും തോൽക്കരുത്, നമുക്കിനിയും കഷ്ടപ്പെടാം എന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ട് വീണ്ടും അടുത്ത ജോലിക്ക് പറഞ്ഞു വിടുവാണ്. അങ്ങനെ ഒരു മൂഖരുമായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അദ്ദേഹത്തിന് ഒരു ജോലി തരപ്പെടുകയും അങ്ങനെ അവിടെ, അതായത് ഇത്രയും നാളത്തെ ഒരു പരിചയം കൊണ്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലും ആത്മസംയമനം പാലിച്ചും ശാന്തത കൈമുതലാക്കിയും മുന്നോട്ട് പോയ അദ്ദേഹത്തിന് അവിടെ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. അവസാനം സ്പെഷ്യൽ സ്കൂൾ തന്നെ അദ്ദേഹം ഓപ്പൺ ചെയ്തു. അങ്ങനെ വലിയൊരു കോടീശ്വരനായി മാറിയ ജോൺ ഡേ എന്ന് പറയുന്ന വ്യക്തി. അത് ഇവരുടെ എല്ലാം കഥകൾ, അല്ലെങ്കിൽ കഥകളെല്ലാം അനുഭവങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോൾ അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, ഞാൻ ഇത്രയേറെ പ്രതിസന്ധികളിലൊക്കെ ആയിട്ടും നീ എന്നെ കൈവെടിഞ്ഞില്ലല്ലോ, എന്തുകൊണ്ടാണ് നീ അങ്ങനെ പെരുമാറിയത് എന്ന് ചോദിച്ചപ്പോൾ ആ ഭാര്യയുടെ മറുപടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കൃഷിസ്ഥലത്ത് ഗോതമ്പ് ഇറക്കുമ്പോൾ അവിടെ ആ ഗോതമ്പ് വിളയുന്നില്ലെങ്കിൽ നമ്മളത് മാറ്റി കരിമ്പ് കൃഷി ചെയ്യും. കരിമ്പ് കൃഷി ചെയ്യുമ്പോൾ അവിടെ അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു കൃഷി അവിടെ ചെയ്യും. അങ്ങനെ അതും പറ്റിയില്ലെങ്കിൽ അടുത്തത്. അതായത് ഓരോ ഭൂമിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയുണ്ട്, ആ വിളവെടുപ്പിൻ്റേതായിട്ടുള്ള, അല്ലെങ്കിൽ ആ വിളവ് കിട്ടുന്ന ഒരു രീതിയുണ്ട്. എന്നു പറഞ്ഞതുപോലെ സർവശക്തനായ തമ്പുരാൻ നമ്മളെ പടക്കുമ്പോൾ, നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമ്മളിൽ അങ്ങനെയുള്ള കുറേ അവസരങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ കണ്ടെത്തുന്നത് വരെ നമ്മൾ ആ പരിശ്രമം അവസാനിപ്പിക്കരുത്. നമുക്കെല്ലാം സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാം ഇടക്കിട്ട് അങ്ങ് നിർത്തും. പലവിധ അതാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും മനഃപൂർവ്വമല്ല കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും ഇത് ഇടക്കിട്ട് പോകും, അതെല്ലാം അങ്ങനെയുള്ള സൂചനയല്ല ഞാൻ പറയുന്നത്. മനഃപൂർവ്വം നിങ്ങൾ ചെയ്യുന്നതല്ല, മറിച്ച് നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾ ആ രീതിയിലേക്ക് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പറയുമോ, അയ്യോ എനിക്കത് പറ്റുന്നില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്. ആ കഴിവുകൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. എങ്കിലാണ് വിജയത്തിൻ്റെ പാതയിലേക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ചെയ്യുന്ന അത്രയും, അതായത് ഞാൻ പറയുന്ന ഒരു 90% സ്ത്രീകൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തെല്ലാം ഡ്യൂട്ടീസാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത്. ഒരു അമ്മയുടെ, അതായത് വിവാഹം കഴിച്ചവരാണെങ്കിൽ അമ്മയുടെ ഡ്യൂട്ടി ചെയ്യുന്നു. അതേപോലെ സ്നേഹസമ്പന്നയായ ഒരു അമ്മയായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയുന്നു. അതേപോലെ ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അസുഖമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെയ്യുന്ന ഡ്യൂട്ടി ഒരു നേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഒരു വീട്ടിൽ എന്തെല്ലാം പണികളുണ്ടാകും, അപ്പോൾ നിങ്ങൾ അവിടെ ചെയ്യുന്നത് ഒരു സെർവൻറ്റിൻ്റെ ഡ്യൂട്ടി ചെയ്യുവാണ്. അതുപോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും വെച്ച് വിളമ്പുന്ന ഒരു കുക്കിൻ്റെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യുവാണ്. ഇതെല്ലാം എത്ര രൂപ സാലറി കൊടുക്കണം എന്നൊരു കുക്കിന് നമുക്ക് കിട്ടണമെങ്കിൽ? എത്ര രൂപ സാലറി കൊടുക്കണം ഒരു സെർവൻറ്റിനെ നമുക്ക് നിർത്തണമെങ്കിൽ? എത്ര രൂപ നമ്മൾ കൊടുക്കണം ഒരു നേഴ്സിനെ നമുക്ക് വീട്ടിൽ നിർത്തണമെങ്കിൽ?
ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞു എന്ന് കരുതി ഇന്ന് ഭർത്താവിനോട് അവിടെ ഗുസ്തി പിടിക്കരുത്. കാരണം ഞാൻ ചെയ്യുന്ന പണിക്ക് എനിക്ക് കൂലി വേണം. കാരണം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും. ഞാൻ നേഴ്സാണ്, ഞാൻ അമ്മയാണ്, അമ്മയുടെ ഒരു സ്നേഹപരിചരണം കൊടുക്കുന്നു. അതുപോലെ തന്നെ ഞാനിവിടെ കുക്ക് ചെയ്യുന്നു, ഞാനിവിടെ ഒരു സെർവൻറ്റിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നതിന് എല്ലാത്തിനും കൂടി ഒരു മിനിമം ഒരു 10,000 രൂപ വെച്ച് നോക്കിയാൽ തന്നെ എനിക്കൊരു 80,000 രൂപയുടെ സാലറി ഉള്ളൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു CDPO ആകുന്ന ചെയ്യുന്ന, അതായത് ആ ഒരു തസ്തികയിലുള്ള ശമ്പള സ്കെയിലിനടുത്തേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മിനിമമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ട വസ്തുതയാണ്, നമുക്ക് ഇത് മാത്രമാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? അല്ല. നമുക്ക് ഒരമ്മയാകാനോ അല്ലെങ്കിൽ ഒരു പെങ്ങളാകാനോ അല്ലെങ്കിൽ ഒരു മുത്തശ്ശിയാകാനോ അല്ലെങ്കിൽ ഒരു അമ്മായിയമ്മയാകാനോ ഒക്കെ നമുക്ക് ഒരു ഡിഗ്രിയുടെ ഒന്നും ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ആകാം. പക്ഷേ നമുക്ക് നമ്മൾ സമ്പാദിച്ച, നമ്മൾ കഷ്ടപ്പെട്ട് നേടിയ വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയാണ്? നമുക്ക് ഏതെങ്കിലും ഒരു ജോലി, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ജോലി, നിങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ കോച്ചിങ്ങിലൊക്കെ ജോയിൻ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഈ ഫീസ് മുടക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ആ യഥാർത്ഥ ശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് പഠനത്തിൻ്റെ മേഖലയിലേക്ക് കടക്കണം. ചെറിയ കുരുന്നുകളൊന്നുമല്ല നിങ്ങൾ ഓരോരുത്തരും, വലിയവരാണ്. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഗൗരവാവസ്ഥ കൃത്യമായിട്ട് അറിയാവുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഞാൻ ഈ പറയുന്നതിൽ യാതൊരുവിധ മുഷിച്ചിലും നിങ്ങൾ വിചാരിക്കരുത്. Day 1 തുടങ്ങി ക്ലാസ്സുകൾ പഠിക്കുക എന്നുള്ള ലക്ഷ്യം. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വരട്ടെ. എല്ലാവരെയും പിന്നോട്ട് നയിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന സാധനം. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, സമയമുണ്ടല്ലോ, അപ്പൊ വേറെ ഏതെങ്കിലും പഠിക്കാം. ദയവേത് അങ്ങനെ നിങ്ങൾ വേറെ എന്തു വേണമെങ്കിലും പഠിച്ചോളൂ, ഞാൻ അതിലൊരു തടസ്സവും പറയുന്നില്ല. പക്ഷേ ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ നമ്മുടെ ക്ലാസ്സിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അടുത്ത കോഴ്സ് എന്തെങ്കിലും പഠിക്കാൻ. അതായത് ആ ടച്ച് വിട്ടു പോകാത്ത രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പം 3 ദിവസമാണ് ക്ലാസ് എങ്കിൽ നിങ്ങൾക്ക് 4 ദിവസം ബാലൻസ് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ 4 ദിവസത്തിൽ ഈ 3 ദിവസത്തെ ക്ലാസ് നിങ്ങൾ പഠിച്ചിരിക്കണം. എങ്കിലാണ് അടുത്ത ആഴ്ച വരുമ്പോൾ അടുത്ത 3 ക്ലാസ്. അതൊരു തപസ്യ പോലെ നിങ്ങൾ സ്വീകരിക്കണം. എങ്കിലാണ് നമുക്ക് ആ ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. ഇനി ആ ആശങ്കകളൊന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്കൊന്ന് പറയാം. അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമോ ഇല്ലയോ എന്നുള്ള ആണ് പ്രധാനപ്പെട്ട. അത് ആശങ്ക മാറിയാലാണല്ലോ നമുക്ക് പഠനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധയോടുകൂടി കിടക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പൊ ആവലാദ്യം വേവലാദ്യം എന്ന് വെച്ചാൽ പൈസ മുടക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഇത് വന്നില്ലെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് വെറുതെ കൊണ്ടുപോയി പൈസ കൊടുത്തതാകും. ഇങ്ങനെയുള്ള കുറേ ചിന്താഗതികളാണ് പിന്നോട്ട് നയിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്കിതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 16/11/2020 16/11. ഇതിനു മുമ്പ് ഇതുപോലുള്ള കാര്യങ്ങൾ നിരത്തിയതാണ്. എങ്കിലും ഞാൻ പറഞ്ഞില്ല, എത്ര പറഞ്ഞാലും ശ്രദ്ധിക്കാതെ ഉള്ള ആളുകളുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പറയേണ്ടി വരുന്നത്. അപ്പോൾ 16/11/2020 കാറ്റഗറി നമ്പർ 196/2020 എന്നുള്ള കാറ്റഗറി നമ്പറിലാണ് വിജ്ഞാപനം വന്നത്. അപ്പോൾ കൊടുത്തിരിക്കുന്ന ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 25-41 ജനറൽ കാറ്റഗറിക്ക്, 3 വർഷത്തെ ഇളവ് OBCക്കും, അതേപോലെ ബാക്കിയുള്ള 5 വർഷത്തെ ഇളവ്, അതായത് ഏകദേശം 44 വയസ്സ് വരെ OBC വിഭാഗത്തിന് എഴുതാൻ പറ്റും, 46 വരെ SC/ST വിഭാഗത്തിനും എഴുതാൻ പറ്റും. അതിൽ യാതൊരുവിധ സംശയവും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ 2020 വരുമ്പോൾ 2025 5 വർഷം പിന്നിടുവാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ലീഗൽ അസിസ്റ്റന്റ്, വെറുതെ നമുക്ക് എന്തായാലും നമ്മുടെ മുമ്പിൽ തെളിവുകളല്ലേ ഉള്ളൂ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ലീഗൽ അസിസ്റ്റന്റിന്റെ അതിന്റെ കാറ്റഗറി നമ്പർ 478/2020.
കാറ്റഗറി നമ്പർ 478/2020 ലീഗൽ അസിസ്റ്റന്റ്. ഈ ലീഗൽ അസിസ്റ്റന്റിന്റെ ഇതിന്റെ വിജ്ഞാപനം അതിന്റെ റാങ്ക് ലിസ്റ്റ് 17/5/2023 പ്രസിദ്ധീകരിച്ചത്. അതിന്റെ വിജ്ഞാപനം ഓൾറെഡി വന്നു. നോട്ടിഫിക്കേഷൻ വന്നത് 31/12/2024 ഇതിന്റെ നോട്ടിഫിക്കേഷൻ. അപ്പൊ ഇവിടെ 2023 ശ്രദ്ധിക്കൂ നിങ്ങൾ, 2023 റാങ്ക് ലിസ്റ്റ് നിൽക്കുന്നു, 2024 അതിന്റെ വിജ്ഞാപനം വന്നിരിക്കുന്നു. ഇപ്പോ എക്സാം ആയിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് 2020 വിജ്ഞാപനം വന്നു, എന്നിട്ട് 2023 റാങ്ക് ലിസ്റ്റ് വരുന്നേ, എന്നിട്ട് 2024 എന്ത് ചെയ്യുന്നു, പുതിയ വിജ്ഞാപനം വിളിക്കുകയാണ്. അപ്പോ ഇവരുപയോഗിക്കുന്ന ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 5 വർഷം ഏകദേശം ആകുമ്പോൾ അല്ലെങ്കിൽ 4 വർഷം പിന്നിടുമ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാ തസ്തികകൾക്കും ഇടുക. അപ്പോ അതിന്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ നമ്മുടെ മറ്റേ CDPയുടെ പഴയ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നുണ്ട്, സത്യമാണ്. നിങ്ങളുടെ സഹപ്രവർത്തകർ പറയുന്നത് എല്ലാം സത്യമാണ്, കാരണം റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഇനിയിപ്പോ ഒരു വിജ്ഞാപനം വന്ന് അതിന്റെ പ്രോസസ് എല്ലാം നടന്ന് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പൊ ഇന്ന് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ നാളെ എക്സാം ഒന്നും നടക്കത്തില്ലല്ലോ. എക്സാമിന് അതായത് 2 മാസം മിനിമം ഗ്യാപ്പ് ഉണ്ടാവും അപേക്ഷിക്കാനായിട്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാം വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു 6 മാസം എങ്ങനെ മിനിമം കിട്ടും. പിന്നെ ചില കേസുകളിലൊക്കെ 5 മാസം കൊണ്ടൊക്കെ അടക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റത്തില്ല. 6 മാസം കൂട്ട്. അത് കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് വന്ന് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എത്രയാവും? നിങ്ങൾ ICDSന്റെ എഴുതിയതാണല്ലോ എങ്ങനെയൊക്കെയാ സംഭവിച്ചത്. അപ്പൊ അതാ പറയുന്നത്, അപ്പോഴേക്കും ഈ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയും, നമ്മുടെ മുമ്പിൽ ക്ലിയർ കട്ട് എവിഡൻസ് നിൽക്കുന്നുണ്ട്. ഇത് വേറെയുണ്ട്, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അങ്ങനെയുള്ള തസ്തികകളുടെ ഒക്കെ ഇതുപോലെ തന്നെ ഇത് വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ അവരെടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് കട്ടാകുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വരുത്തുക. എന്നിട്ട് അപ്പൊ പ്രതീക്ഷിത ഒഴിവുകൾ ഇതിലും വന്നിരിക്കുന്നതാണ്, പ്രതീക്ഷിത ഒഴിവുകൾ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോ ആ വിജ്ഞാപനം വരുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പൊ അത് മനസ്സിലായി. പിന്നെ എന്താ പറയുന്നത്, പ്രായത്തിന്റെ കാര്യം 17-41, അതിന് 25-41 പ്രായം. അപ്പോ അതിലും നിങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. കാരണം 44 വരെ OBC, 46 വരെ നമ്മളുടെ SC/ST വിഭാഗങ്ങൾക്കും എഴുതാം എന്നുള്ളതാണ്. പിന്നെ ഉള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇഗ്നോയിൽ പഠിച്ചവർക്കൊക്കെ ഇതിൽ ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുമോ, അതിന് തുല്യതാ സർട്ടിഫിക്കറ്റ്. അതാണ് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ വിധി ഈ 2025 വന്നത്. ഹരിശങ്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ്. ഹരിശങ്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന ആ വിധി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഇഗ്നോയിലുള്ള ബിരുദധാരികൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല എന്ന് പറഞ്ഞ ഹൈക്കോടതി. അത് വേണമെന്ന് ശാഠ്യം പിടിക്കേണ്ട കാര്യമില്ല എന്ന് ഹൈക്കോടതി വിധി വന്നു. അപ്പൊ പിന്നെ ഇഗ്നോയിൽ പഠിക്കുന്നവർക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പൊ എന്തിനാ പഠിക്കുന്നത്? കാരണം ഈ വിധി നമ്മുടെ മുമ്പിലുണ്ട്. ഹരിശങ്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന ആ വിധി പ്രകാരം ഇഗ്നോയിലെ ബിരുദങ്ങൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല എന്നാണ് 2025 ആ വിധിയിലൂടെ പറഞ്ഞത്. അപ്പോൾ ആ സംശയവും എന്തായാലും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് പഠിക്കണം. നമ്മളുടെ പഠനം നമ്മൾക്ക് മനോഹരമാക്കണം. എങ്കിലാണ് നമുക്ക് വിജയിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ നമ്മൾ പഠനത്തിലേക്ക് കടക്കുമ്പോൾ, പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിച്ചവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലാഭങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നറിയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പം അതുകൊണ്ട് അവരുടെ വാക്കുകളിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെയേറെ ഇൻസ്പിരേഷനാണ്, വളരെ പ്രചോദനാത്മകമായിരിക്കും ആ വചനങ്ങൾ. അതായത് ഇവിടെ പഠിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെയാണോ, വെറുതെ നമ്മുടെ സമയങ്ങൾ വെറുതെ നഷ്ടപ്പെടുന്നതാണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം.
എങ്കിലാണ്. അപ്പം അത് നമുക്ക് കേൾക്കുമ്പോൾ നാളെകളിൽ എനിക്കും ഇതുപോലെ ആകാൻ കഴിയണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ഇതുപോലെ ICDS സൂപ്പർവൈസറുടെ വിജ്ഞാപനമൊക്കെ വന്നപ്പോൾ എൻ്റെ മുമ്പുള്ള ബാച്ചുകളിലെ കുട്ടികളെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചു. അപ്പോൾ ഒരു കുട്ടി എന്നോട് പറയുകയുണ്ടായി, സാറേ എനിക്ക് വലിയൊരു ആഗ്രഹമാണ് ഇനി അടുത്ത പ്രാവശ്യം സാറിൻ്റെ ഇതുപോലുള്ള ഒരു അവസരം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് ഒരു കുട്ടി പറയുകയുണ്ടായി. തമ്പുരാൻ സഹായിച്ച് ഇന്ന് ആ ആഗ്രഹം ആ കുട്ടിയുടെ സഫലമായിരിക്കുവാണ്. ഞാൻ ICDS സൂപ്പർവൈസറുടെ കോച്ചിങ് കൊടുത്ത ആ മിടുക്കിയായ കുട്ടി ഇപ്പോൾ ഇവിടെ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. എൻ്റെ സ്ക്രീനിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ICDSൻ്റെതും അതേപോലെ ജനറൽ ICDS സൂപ്പർവൈസറുടെയും ലിസ്റ്റുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ അനുഭവങ്ങൾ, ആ പഠിച്ച നമ്മളുടെ പഠന രീതികളും അതേപോലെ ആ കുട്ടി അനുവർത്തിച്ച രീതികളും, അതുമാത്രമല്ല പഠിക്കുന്നത് കൊണ്ടുള്ള കാര്യങ്ങൾ, അതായത് എന്നേക്കാൾ കൂടുതൽ ഒരു പഠിച്ച കുട്ടി അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടി നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കുറേയൊക്കെ കംഫർട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ കുട്ടി എന്താണ് പറയുന്നത് എന്നുള്ളതിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ശ്രുതി കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രുതി നമ്മളുടെ ഈ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും അതേപോലെ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് താൻ ചെയ്ത കാര്യങ്ങളും എല്ലാം, അതായത് ഒന്ന് നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസം, അതുപോലെ തന്നെ അവർക്ക് വലിയൊരു പ്രചോദനം ആകും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒന്ന് പറയൂ കുട്ടി. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ എൻ്റെ പേര് ശ്രുതി. സർ പറഞ്ഞ പോലെ തന്നെ കുറച്ച്, അതായത് ICDS സൂപ്പർവൈസറിൻ്റെ എക്സാമിനേഷൻ വരുന്നതിൻ്റെയൊക്കെ മുന്നേ, കുറേ മുന്നെയാണ് നമുക്ക് ഇതുപോലെ തന്നെ CDPയുടെ കോച്ചിങ് തുടങ്ങിയ പോലെ തന്നെ ICDS സൂപ്പർവൈസറിൻ്റെ കോച്ചിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നെ. നോട്ടിഫിക്കേഷൻ വരുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡയലോഗ്. സാർ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഓക്കെ. അപ്പോ നമ്മൾ സാർ പറഞ്ഞ കുറെ കാര്യങ്ങൾ കേട്ടു അല്ലേ? ഏകദേശം ഇപ്പോ ഒരു 1.5 വർഷമല്ലേ സാർ നമ്മുടെ ICDSന്റെ കോച്ചിങ് ഉണ്ടായി കാണാം? ഏകദേശം ആയി. അപ്പൊ ആ ഒരു കോച്ചിങ് തുടങ്ങുന്ന സാഹചര്യം, കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഒരു PSC കോച്ചിങ് ചെയ്യാം, അതും ഓൺലൈൻ കോച്ചിങ് എടുക്കാം എന്നൊക്കെ ആലോചിച്ച് തുടങ്ങുന്നത്. ആദ്യമായിട്ടാണ് ഒരു PSC കോച്ചിങ് തന്നെ ചെയ്യാം എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ്, എവിടെ നിന്ന് തുടങ്ങണം, അങ്ങനെ ഒരുപാട് ഡൗട്ടോട് കൂടിയിട്ടാണ് സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ആവുന്നത്. ഇതുപോലെ തന്നെ സാറ് പറയുന്ന ഓരോ കാര്യങ്ങളെയും സംശയക്കണ്ണോട് കൂടി ഞാനും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിയാവും, എന്റെ കാര്യത്തിൽ ഇത് ശരിയാവും, സാർ എപ്പോഴും പറയും ഒക്കെ ശരിയാവും കുട്ടി, നിങ്ങൾ ശ്രമിച്ചാൽ മതി. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയും, ഇങ്ങനെ സാറിന്റെ ഭാഗത്തുനിന്ന് കംപ്ലീറ്റ് സപ്പോർട്ടായിരുന്നു നമുക്ക്. അപ്പോഴൊക്കെ എനിക്ക് എന്നെയായിരുന്നു സംശയം, എന്നെ കൊണ്ട് പറ്റുമോ, സാറ് പറയുന്ന എന്റെ കാര്യത്തിൽ ശരിയാവോ, അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പൊ ഈ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, സാറ് പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾക്ക് 100% വിശ്വസിക്കാവുന്നത്. കാരണം സാർ അത്രയും തറവായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് തന്നെയായിരിക്കും നമുക്കിപ്പോൾ ഈ ഒരു CDPOന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവാം. ഞാനും നിങ്ങളുടെ കൂടെ CDPO JNE to CDPOയിലേക്ക് ഉണ്ട്, കോച്ചിങ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാറിന്റെ കോച്ചിങ്ങിൽ ചേരാനൊരു ഭാഗ്യം ലഭിച്ചു, ICDSന്റെ കോച്ചിങ്ങിന് ചേരാനൊരു ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് 2 റാങ്ക് ലിസ്റ്റിലും ഒരു പ്ലേസ് ഹോൾഡ് ചെയ്യാൻ പറ്റി, ഒരു റാങ്ക് ഹോൾഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചത് വലിയ ഒരു അതിശയം തന്നെയാണ്. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സാറ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക. അതായത് സാറ് പറയുന്നത് എന്താണ്, അതായത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കാര്യമായാലും എക്സാംസ് നമുക്ക് കണ്ടക്ട് ചെയ്യും, മൊഡ്യൂൾ വൈസ് ആയിട്ടും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് എക്സാമിനോട് അനുബന്ധിച്ചൊക്കെ സാറിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് സാറ് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിടാതെ നിങ്ങൾ ചെയ്യുക.
അപ്പോ എന്നെ സാറ് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒരു വിജയം അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാനും ഉറപ്പ് തരികയാണ്. കാരണം ഇതേപോലെ തന്നെ സംശയത്തോടുകൂടി നിന്നിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ എനിക്ക് സാറ് പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് വിശ്വാസത്തോടു കൂടിയാണ് കേൾക്കാൻ പറ്റുന്നത്. കാരണം അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞു അതായത് ആ വീഡിയോ കണ്ടവർക്ക് അറിയുണ്ടാവും നമ്മുടെ ഇപ്പൊ ഒരുപാട് റാങ്ക് ലിസ്റ്റുകളിലുള്ള പ്രശ്നങ്ങളാണ്, വാക്കൻസി ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതിന് നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സാറിന്റെ ഒരു ഹെൽപ്പ് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതും ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു ജേർണി ടു CDPO-ല്. അതുപോലെ എന്താണ് നിങ്ങൾ സാറ് പറയുന്ന എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സാറ് പറയുന്ന നിങ്ങൾ വിശ്വസിച്ചോളാം, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച് സർ. വെൽക്കം. അപ്പോൾ ശ്രുതി അതുപോലെ തന്നെ ഒരു പഠിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതായത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് ചെറുതായിട്ടേ നമ്മൾ എല്ലാ ദിവസങ്ങളിലും നമ്മൾ പഠിച്ച് ഇരിക്കുന്ന ഒരു രീതിയാണോ എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാമോ, എങ്ങനെയാണെന്നുള്ളത്? സർ, ഞാൻ ഷെയർ ചെയ്യാം. പക്ഷേ ആസ് എ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഓരോ കുട്ടികൾക്കും ഓരോ രീതി ആയിരിക്കും അല്ലേ. അപ്പൊ എനിക്ക് എന്റെ രീതി ഞാൻ ഷെയർ ചെയ്യാം. ഞാനെന്ന് വെച്ചാല് സാർ എടുക്കുന്ന ക്ലാസ്സുകൾ ICDS ഇപ്പോഴാണ് എനിക്ക് സമയമില്ലാതായത്. പക്ഷെ മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ICDS സൂപ്പർവൈസറിന്റെ കോച്ചിങ്ങിന്റെ സമയത്ത് സാർ എടുക്കുന്ന അതായത് എപ്പോഴാണോ ക്ലാസ് ആ സമയത്ത് ഞാൻ എല്ലാം വിട്ട് കഴിഞ്ഞിട്ട് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യായിരുന്നു. അതായത് ലാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ് പോലും എനിക്ക് പെൻഡിങ് ഉണ്ടായിരുന്നില്ല. എല്ലാ ക്ലാസ്സും അതാത് സമയത്ത് കണ്ടു തീർക്കുമായിരുന്നു. കണ്ടു തീർക്കാനല്ല, ശ്രദ്ധയോടുകൂടി ഇരിക്കുകയായിരുന്നു. പിന്നെ നോട്ട് വരുമ്പം നോട്ടും പഠിക്കുമായിരുന്നു. പിന്നെ നോട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കിന് സാറ് കുറച്ചൊക്കെ സമയം കഴിയുമ്പോഴേക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരുമായിരുന്നല്ലോ, അതും അറ്റൻഡ് ചെയ്ത് സാറിന് മാർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് സാറിന് നിർബന്ധമുള്ള കാര്യമായിരുന്നു. മാർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ സാർ നമ്മൾ ഇങ്ങോട്ട് വിളിക്കും, എന്നിട്ട് മാർക്ക് പറഞ്ഞില്ലല്ലോ എക്സാം അറ്റൻഡ് ചെയ്തില്ലെന്നൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ സാറിന്റെ അടുത്തുനിന്ന് വഴക്കൊക്കെ കേൾക്കട്ടോ. അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഒരു ശരിക്കും ഞാൻ എന്റെ വീട്ടിലൊക്കെ പറയാറ്, നമുക്ക് ശരിക്കും ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ എങ്ങനെയാണോ ഒരു ക്ലാസ് ടീച്ചർ, ഞാൻ അതിന്റെ മുന്നേ ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ എങ്ങനെയാണോ ഒരു ടീച്ചർ നമ്മളോട് പെരുമാറുക, അതേപോലെയാണ് സാറ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നുള്ളൊരു പരിമിതി ഇവിടെ ഇല്ലാന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ലാഗ് അടിക്കാതെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എക്സാമുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് എനിക്കിത് ക്രാക്ക് ചെയ്യാനും കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാഗ് അതായത് പെൻഡിങ്ങിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ക്ലാസ്സസ് ഒന്നും. ഓക്കെ ശ്രുതി, അപ്പോൾ ശ്രുതിയുടെ നമ്മൾ റെസ്പോൺസ് നമ്മൾ കേട്ടു. അതായത് നമ്മുടെ ക്ലാസ്സുകളൊന്നും പെൻഡിങ് ആക്കാതെ, അതാണ് എനിക്കും നിങ്ങളോട് പറയാതെ, പെൻഡിങ് ആക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്ലാസ് നിങ്ങൾ പെൻഡിങ് ആക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോൾ 2 ക്ലാസ് ആകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, 2 ക്ലാസ് ആകുമ്പോൾ അയ്യോ ഈ 2 ക്ലാസ് എങ്ങനെ പഠിക്കുക, അത് നമുക്ക് നാളത്തേക്ക് വെക്കാം. അപ്പോൾ 3 ക്ലാസ്സായി. അപ്പോൾ ഈ 3 ക്ലാസ് വരുമ്പോൾ പിന്നെ ആകെ പ്രശ്നമായി. അതാണ് ഞാൻ പറയുന്നത്, ഡെയിലി നമ്മൾ ക്ലാസ്സുകൾ ഒരു ദിവസം 1 മണിക്കൂർ കിടക്കുന്നതിന് മുമ്പ്, ഞാൻ പറഞ്ഞില്ലേ അമ്മയായും നേഴ്സായും അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഭാര്യയായും ഒക്കെയുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സമയമില്ല എന്ന് എനിക്കറിയാം. ആകെ കിട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ആ കിടക്കാൻ ബെഡിലേക്ക് കിടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അവിടെ കിടക്കുന്നതിന് മുമ്പ് ആ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റെങ്കിലും നമ്മുടെ ആ ക്ലാസ്സിലൂടെ ഒന്ന് കടന്നു പോകണം. എങ്കിലാണ് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ. അനുഭവമാണ് ഏറ്റവും വലിയൊരു ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി ഞാൻ വേറെ ഒരു കുട്ടിയെയും കൂടി ഞാൻ വിളിച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ റീസെൻ്റ്ലി കഴിഞ്ഞ എക്സാമുകളിൽ റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടിയെ മാത്രമാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രുതി നമ്മുടെ ICDS സൂപ്പർവൈസറുടെ 2 ലിസ്റ്റുകളിലുള്ളതാണ്. ഇനി ഒരു സൗമ്യ മധുകുമാർ, നമ്മുടെ പ്രിൻസിപ്പൽ കൗൺസിലറുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട സൗമ്യ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സൗമ്യ കേൾക്കാമോ?
സൗമ്യ കേൾക്കുന്നുണ്ടോ? സൗമ്യ ഒരു നിമിഷം കേട്ടോ, ഒന്ന് ആ കുട്ടിക്ക് ജോയിൻ ആകാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ആ കുട്ടിക്ക് ജോയിൻ ആകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ലിങ്ക് ഒന്നുകൂടി അയച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ആ കുട്ടി ഇപ്പോൾ ഇൻ്റർവ്യൂ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയാണ്, അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ നമ്മളുടെ പ്രിൻസിപ്പൽ കൗൺസിലർ തസ്തികയാണ് ഇപ്പോൾ ഈ അടുത്ത് ഞാൻ എടുത്ത ഇതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചത് എന്തിനാന്ന് വെച്ചാൽ, ഈ എടുക്കുന്ന അല്ലെങ്കിൽ ഈ സ്ഥാപനം ആനയാണ് ചേനയാണ് എന്ന് ഉയർത്തിക്കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഇതിലൂടെ നമ്മളുടെ ലക്ഷ്യം കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ ഇവർ പറയുന്ന അല്ലെങ്കിൽ ഇവർ നേടിയെടുത്തു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഇത് അവിടെ എങ്ങനെയാണ്, അതിങ്ങനെ അവിടെ ചേർന്ന് കഴിഞ്ഞത് കൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. ഒരു അധ്യാപകനെ കൊണ്ട് മാത്രം ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളും കൂടി സഹകരിച്ചാൽ മാത്രമാണ് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ. എല്ലാവരും സ്വാർത്ഥരാണ്. എന്തെങ്കിലും ചുളുവില് നമുക്ക് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. നമുക്ക് അധ്വാനിക്കാനൊന്നും പറ്റത്തില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഈ പറയുന്ന രീതിയിൽ നേടിയെടുക്കാനായിട്ട്. പക്ഷേ ഞാൻ പറയുന്നു, നമുക്ക് വളരെ ടൈറ്റ് കോമ്പറ്റീഷനാണ്. നിങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയവും ഒക്കെ ഉള്ളവരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വളരെ കുറഞ്ഞ ഒഴിവുകളും കൂടുതൽ ഉദ്യോഗാർത്ഥികളും. ഇന്ന് എല്ലാവരുടെയും സ്വപ്നം ഒരു ഗവൺമെൻറ് ജോലിയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഈസി ടാസ്ക് എന്നുള്ള രീതിയിൽ നമുക്കത് നേടിയെടുക്കാൻ കഴിയത്തില്ല. പലപ്പോഴും നമ്മളെ തളർത്തിക്കളയുന്ന ഒരു ചിന്താഗതിയും അതൊക്കെ തന്നെയാണ്. കുറേ പേരുണ്ടാവും, അവരെല്ലാവരും കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ടാവും. ഈ കുറേ ആളുകളുടെ പുറകെ നമ്മൾ എന്തിനാണ് പോകുന്നത്? നമ്മൾ നമ്മളുടെ കാര്യം മാത്രം നോക്കുക. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതാ ഞാൻ പറഞ്ഞൊരു തപസ്യ പോലെ ആയിരിക്കണം നമ്മളുടെ പഠന സംവിധാനം മുന്നോട്ട് പോകേണ്ടത്. എങ്ങനെയെങ്കിലും നേടിയെടുക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് എന്തായാലും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. എങ്കിലാണ് വിജയത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എന്തായാലും മൺഡേ മുതൽ റെഗുലർ ക്ലാസ്സുകൾ ഉണ്ടാകും. അപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾ ഓരോരുത്തരും ഈ പറയുന്ന പോലെ നമ്മൾ കൃത്യമായിട്ട് അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കണം. ഇപ്പോൾ ഒരു ബാച്ച് നടക്കുന്നുണ്ട്, അവരോടും എനിക്ക് ഉണർത്താനുള്ളത്, ഇപ്പോഴും നിദ്രയിലാണ് ഓരോരുത്തരും. അവർ വിളിക്കുമ്പോൾ നമ്മൾ ചിലരെ വിളിച്ച് ചോദിക്കും, എന്താണോ തന്നെ കാണാത്തത് എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാ സാറേ, ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ലല്ലോ, അപ്പോഴേക്കും പഠിക്കാമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. ചിലർ പറയും ഞങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് മറുപടി പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ എന്തായാലും ഇത് എന്നെ ബോധിപ്പിക്കാനോ മാത്രമല്ല, അത് നമുക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഓരോ സമയങ്ങളും അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. എങ്കിലാണ് വിജയിക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതല്ലാതെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കിട്ടും, ഈ ഒരു മാസം ഇതിനു വേണ്ടി ഓടും, അല്ലെങ്കിൽ 2 മാസം. എല്ലാവരും ആദ്യത്തെ കുറേ സമയങ്ങളിൽ ഭയങ്കര ആവേശമായിരിക്കും. അതായത് ക്ലാസ്സുകളിലൊക്കെ നിറയെ കുട്ടികളും. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കുമാണ് ആ ആവേശം അങ്ങ് ആകെ തളർന്നു പോകുന്നത്. പിന്നെ ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇത് ആണ് എല്ലാ മേഖലകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ആവർത്തിക്കാതെ എന്തായാലും ആ ലക്ഷ്യത്തിലേക്ക് നടന്നടുക്കും എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തോടു കൂടി എന്തായാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ICDS സൂപ്പർവൈസറുടെ
ലിസ്റ്റിലും അതേപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ലിസ്റ്റുകളിലും പ്രിൻസിപ്പൽ കൗൺസിലർ തസ്തികയുടെ ലിസ്റ്റിലും ഒക്കെ നമുക്ക് കുട്ടികളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ അനുഭവ സമ്പത്ത് കൊണ്ട്, ആ ആത്മവിശ്വാസം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാണ്, ഒരിക്കലും പേടിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ലിസ്റ്റിൽ എത്താനായിട്ട് സർവശക്തനായ നാഥൻ തുണക്കട്ടെ, നിങ്ങൾക്കതിന് കഴിയും എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം എന്ന് ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ ഞാൻ ആ കുട്ടിയെ കോണ്ടാക്ട് ചെയ്തു. ആ കുട്ടിക്ക് എന്തുകൊണ്ടോ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല. എന്തായാലും ഇനി വരുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ ആ കുട്ടിയെ കൊണ്ട് നമുക്ക് സംസാരിപ്പിക്കാം. അപ്പോഴേക്കും ചിലപ്പോൾ ആ കുട്ടിയുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷനാണ്, കുറേ കൂടി കംഫർട്ടായിരിക്കും. എന്തായാലും ഞാൻ ഈ പറയുന്ന രീതിയിൽ കുറച്ച് തിരക്കുകൾ, അതായത് പുതിയ ആളുകളെ ഗ്രൂപ്പ് പോലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. കുറച്ച് തിരക്കുകളുണ്ടായി. അതിനിടയിലാണ് ഞാൻ ഈ ശ്രുതിയെയും ഈ സൗമ്യയെയും ഞാൻ കണ്ട നമ്പറുകൾ ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ അങ്ങ് വിളിച്ച് രണ്ടുപേരെയും വിളിച്ചതാണ്. ബാക്കി ഉള്ള കുട്ടികളെ ഞാൻ വിളിച്ചില്ല. ഇപ്പോൾ വേറെ കാവ്യ അങ്ങനെയുള്ള കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കഴിഞ്ഞ ബാച്ചുകളിലുള്ളത് ഇപ്പോൾ ഇതിൽ 1-2 കുട്ടികൾ ഉണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞതിലുണ്ടായിരുന്നത്. ഇതിൽ ഞാൻ കാണുന്നത് സബീന പോയോ? സബീന വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. സബീന കേൾക്കുന്നുണ്ടോ? സബീന ഇല്ലേ? സൗമ്യ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ കുട്ടി അഡ്മിറ്റ് ആക്കാനായിട്ട് Good evening, sir. ഹലോ. സബീന കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. സബീന, നമ്മളുടെ ആ ക്ലാസ്സിനെ സംബന്ധിച്ചും അതേപോലെ ലിസ്റ്റിൽ വന്നതിനെയൊക്കെ സംബന്ധിച്ചിട്ട് ഒന്ന് നമ്മളുടെ പുതിയ കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ വലിയ ഉപകാരമായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ഒരു തസ്തികയിൽ ഇരിക്കുന്ന ഒരാൾ കൂടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സബീന ഒന്ന് പങ്കുവച്ചാൽ വലിയൊരു കാര്യമായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ സാർ. ഞാൻ സാറിന്റെ CDPOയുടെ ക്ലാസ്സിലായിരുന്നു ജോയിൻ ചെയ്തിരുന്നത്. ക്രാഷ് കോഴ്സിന്റെ ആ ഒരു സമയത്തായിരുന്നു ഞാൻ ജോയിൻ ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ ജോയിൻ ചെയ്ത സമയത്താണ് എനിക്ക് തോന്നിയിരുന്നത്, അയ്യോ സാറിന്റെ റെഗുലർ ബാച്ചിന് ജോയിൻ ചെയ്യണമായിരുന്നു. കാരണം അത് കഴിഞ്ഞ് ആ കോഴ്സിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ജസ്റ്റ് 2 മാസം കഴിഞ്ഞപ്പോൾ സോഷ്യൽ വർക്കറെ എക്സാം വന്നു. ആ എക്സാം നല്ല രീതിയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതിൽ എനിക്ക് 8th റാങ്ക് ഉണ്ടായിരുന്നു. പറഞ്ഞ മാതിരി നിർഭാഗ്യവശാൽ അതിൽ വേക്കൻസി ഇല്ലാത്തത് കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ പറഞ്ഞ മാതിരി വർക്കിന് പോകുന്നത് കൊണ്ട് നമുക്ക് ജോലിക്ക് പോകും വേണം, പഠിക്കലും. പിന്നെ അത് കുറച്ചൊരു ഹെക്റ്റിക് ആയിരുന്നു ആ സമയത്ത്. പക്ഷെ സാറിന്റെ ക്ലാസ് മാക്സിമം ഞാൻ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അഥവാ പറ്റിയില്ലെങ്കിൽ അന്ന് കിടക്കുന്നതിന്റെ മുന്നേ നിർബന്ധമായിട്ടും അത് അറ്റൻഡ് ചെയ്തിട്ടേ കിടക്കാറുള്ളൂ. ഒരു ക്ലാസ് പോലും പെൻഡിങ് വെക്കാതെ അത് മുഴുവൻ നോട്ട്സും ക്ലാസ്സും ഒക്കെ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് നല്ലൊരു കോൺഫിഡൻസും വന്നു, എഴുതാൻ പറ്റും അല്ലെങ്കിൽ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം സാർ എല്ലാ പോയിന്റ്സും പറയായിരുന്നു. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനൊരു മനുഷ്യനുണ്ടാവോ എല്ലാ സബ്ജക്ട്സും എല്ലാം. അത് ഇനിയിപ്പം ആ സിലബസ് മുൻകാലത്തെ സിലബസ് വെച്ചിട്ടാണ് സാറ് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ പുതിയ സിലബസ് കുറച്ച് കഴിഞ്ഞ് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ആ സിലബസ് ആ സമയത്ത് വരുമ്പോ അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പുതിയ കാര്യങ്ങളും സാർ എടുക്കുകയാണ്. അപ്പം മാസ് മീഡിയ ഓഫീസറിലും ഞാൻ സാറിന്റെ ജോയിൻ ചെയ്തിരുന്നു. അപ്പൊ ലാസ്റ്റ് ആയിട്ട് സാറ് പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ വന്നിരുന്നു. അതായത് കറണ്ട് അഫയേഴ്സ് പോലെ നമ്മുടെ ആ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ അതിൽ വന്നു. അപ്പൊ എക്സാം ഹാളിൽ ഇരുന്നിട്ട് ഞാനത് അങ്ങനെ ക്ലാസ് ഇങ്ങനെ എൻ്റെ മൈൻഡിലേക്ക് വരായിരുന്നു.
സാറിനെ ഞാൻ വിളിച്ചു. സാറിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഇതെനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ കുറച്ച് ടച്ച് വിട്ടു. പറഞ്ഞ മാതിരി പ്രിൻസിപ്പൽ കൗൺസിലറിൻ്റെതോ അല്ലെങ്കിൽ പിന്നെ ക്ലാസ്സുകളൊന്നും ഞാൻ ജോയിൻ ചെയ്തിരുന്നില്ല. അപ്പൊ സാർ തന്നെയാണ് മോട്ടിവേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് വീണ്ടും ജോയിൻ ചെയ്തത്. അപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറിന്റെ ക്ലാസ് ഇതുപോലെ ഓരോ ദിവസവും നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം വരാതെ എനിക്ക് തോന്നുന്നു ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും സാറിന്റെ ക്ലാസ് തന്നെ മതിയാവും. സാറിന്റെ നോട്ട്സും ഇതുപോലെ എക്സാംസ് അതായത് എക്സാം പേപ്പേഴ്സ്, സാർ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം സോൾവ് ചെയ്യാം. അതേ ക്വസ്റ്റ്യൻസ് വരുന്നല്ല, പക്ഷെ അതെല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സാം ഹാളിൽ നമുക്ക് ഇരുന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ, നമുക്ക് അതിലേക്ക് എത്തിക്കാൻ, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് തന്നെ ധാരാളം മതി. അപ്പം എന്താ പറയാ, എല്ലാവരോടും ഇപ്പം ജോയിൻ ചെയ്യാൻ തന്നെ ഞാൻ പറയുള്ളൂ. കാരണം നമുക്കിപ്പം വർക്കിംഗ് ആയതുകൊണ്ട് ലീവ് എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ലീവ് എടുത്തിരുന്ന് പഠിക്കാം. ലീവ് എടുത്തിരുന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ ലീവ് എടുത്തിരുന്ന് പഠിക്കാം. അപ്പം എന്താ പറയാ, സാറെല്ലാം ഏറ്റവും നല്ലൊരു കാര്യമാണ് സാറ് ചെയ്യുന്നത്. അതും കൂടി അവസരത്തിൽ പറയാണ്. പറഞ്ഞമാതിരി ഒരു മനുഷ്യന് എല്ലാ ടോപ്പിക്സും ഒരേപോലെ കവർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ഹോം സയൻസ് ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, ഹെൽത്ത്, ഇപ്പം മാസ് മീഡിയ ഓഫീസറിലാണെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാർ കവർ ചെയ്തു. അപ്പം ഒരു പോയിന്റ്സ് പോലും വിട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞ മാതിരി സാറിന് അസുഖങ്ങൾ വരെ വന്നു. അതായത് അടുപ്പിച്ചടുപ്പിച്ച് ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത എക്സാം സിലബസ് തീർക്കാൻ വേണ്ടി ഒട്ടപ്പാച്ചൻ്റെ സാറിൻ്റെ വർക്കും ക്ലാസ്സും എല്ലാം കൂടിയായിട്ട് സാറിന് ഇതുപോലെ അസുഖങ്ങൾ വന്നു. ഒന്നോ രണ്ടോ ദിവസം ഇതുപോലെ ക്ലാസ് മുടങ്ങിയപ്പോഴും നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സാറിൻ്റെ ക്ലാസ്, കാരണം അസുഖം ഭേദമായി സാറിന് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. ശബ്ദം പോലും സാറിന് ഒരു തവണ ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം ഇങ്ങനെ ഓർത്തു പോവാണ് ഈ അവസരത്തിൽ. അപ്പൊ എന്തായാലും സാർ ഓൾ ദി ബെസ്റ്റ് സാർ. സാറിനും ഇതുപോലെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റട്ടെ. നമുക്ക് വേണ്ടി എല്ലാ പുതിയ പുതിയ പോയിന്റ്സും പറഞ്ഞമാതിരി ഇതുമായി റിലേറ്റ് ചെയ്ത പുതിയ കാര്യങ്ങളൊക്കെ സാറിന് പറഞ്ഞു തരാൻ പറ്റട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സബീന. അപ്പോൾ സബീനയും പറഞ്ഞ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സൗമ്യ ജോയിൻ ചെയ്തിരുന്നു. സൗമ്യ കേൾക്കുന്നുണ്ടോ? സൗമ്യ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു നമ്മുടെ പഠനങ്ങൾ, നമ്മുടെ ക്ലാസ്സുകൾ എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് സൗമ്യയെ വിളിച്ചിരുന്നു, അപ്പോൾ സൗമ്യയെ കിട്ടിയില്ല, അതുകൊണ്ടാണ് കോൾ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഒന്ന് പങ്കുവെച്ചാൽ വലിയ ഉപകാരമായിരുന്നു സൗമ്യ. ഓക്കെ. സാറിന്റെ 2 ക്ലാസ്സസ് ഞാൻ അറ്റൻഡ് ചെയ്തു. ഒന്ന് CDPOയുടെ ബാച്ചിലുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പ്രിൻസിപ്പൽ കൗൺസിലറിൻ്റെ ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ വന്നു. മെയിൻ ലിസ്റ്റിൽ തന്നെ വരാനായിട്ട് പറ്റി. അതിന് മുന്നേ ഞാൻ CDPOയുടെ ക്ലാസ് എങ്ങനെ അറ്റൻഡ് ചെയ്തതെന്ന് പറയാം. ശരിക്കും എനിക്ക് CDPO ആവുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമൊന്നുമല്ല. ഞാൻ ശരിക്കും സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടാണ്, കൗൺസിലിംഗ് ആണ് ഫീൽഡ്. അപ്പോൾ അത് വിട്ടിട്ട് വേറൊരു ഫീൽഡിലേക്ക് പോകാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് പഠിച്ചു എഴുതി അങ്ങനെയുള്ളൂ. ഇപ്പോൾ സാറിൻ്റെ ക്ലാസ്സിന് ഞാൻ ജസ്റ്റ് ക്ലാസ് ഓൺ ചെയ്ത് അടുക്കളയിൽ നിൽക്കുമ്പോഴായിരുന്നു ക്ലാസ് ഓൺ ചെയ്ത് വെക്കും, ജസ്റ്റ് കേൾക്കുമ്പോൾ അപ്പോഴെല്ലാം മനസ്സിലാവും. പക്ഷെ നോട്ട് എഴുതി എടുക്കലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും നോട്ട് വായിക്കും, പക്ഷെ എല്ലാം കേൾക്കുകയും ചെയ്തു, നോട്ട് വായിക്കുകയും ചെയ്തു. അങ്ങനെയാണ് എക്സാം എഴുതാൻ പോയത്. പക്ഷെ തറവായിട്ട് പഠിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് തന്നെ എനിക്ക് കയറാനായിട്ട് പറ്റില്ല. ഞാൻ റാങ്ക് ലിസ്റ്റിൽ, ഷോർട്ട് ലിസ്റ്റിൽ പോലും ഇല്ലായിരുന്നു. പക്ഷെ അതിൻ്റെ പ്രയോജനം വന്നത് ഈ CDPO ടെസ്റ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ പ്രിൻസിപ്പൽ കൗൺസിലറിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു ആ വർഷം. ഇപ്പോഴത്തെ അല്ല, അതിന് മുന്നത്തെ വർഷം. അപ്പോൾ അതിന് പോയപ്പോഴേ ഈ ജസ്റ്റ് ഈ സാറ് തന്ന നോട്ട്സ് എല്ലാം ഒന്ന് വായിച്ചു. പിന്നെ സൈക്കോളജി കുറച്ച് നേരത്തെ തന്നെ പഠിച്ച കാര്യങ്ങൾ UGCക്ക് വേണ്ടി പഠിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിട്ടാണ് അന്ന് എക്സാമിന് പോയത്. പക്ഷെ എക്സാം കുറച്ച് ഈസി ആയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അതിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നു. ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ പോയപ്പോഴും എനിക്ക് കിട്ടൂല എന്നറിയാം. സപ്ലൈ ലിസ്റ്റിലൊന്നും ഈഴാവാസിന് സപ്ലൈ ലിസ്റ്റിൽ നിന്ന് എടുക്കാൻ സാധ്യത കുറവായിരുന്നു. ഞാൻ എറണാകുളമൊക്കെ കാണാമെന്നൊരു ലാഘവത്തിലാണ് പോയത്. അപ്പോൾ
സപ്ലൈ ലിസ്റ്റിൽ വന്നു എന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് അപ്പോഴേക്ക് ആ ഒരു പോസ്റ്റ് കൊള്ളാമല്ലോ, അതിൽ കയറിയാൽ നല്ലതാണ്, എൻ്റെ സെയിം ഫീൽഡ് തന്നെയാണ്, അങ്ങനെ കുറെ ആഗ്രഹങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ അടുത്ത തവണ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴേക്കും എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് കരുതിയിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇത്തവണ സാറിൻ്റെ ക്ലാസ്സിന് കയറിയപ്പോൾ ഫസ്റ്റ് ഡേ മുതലേ ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. സാറിൻ്റെ ക്ലാസ് കേൾക്കും, ഒരു തവണ കേൾക്കും, അപ് ടു ഡേറ്റ് ആയിരുന്നു, ഒരു തവണ കേൾക്കും, അപ്പോഴേ ഒരുവിധം എല്ലാം മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കേട്ടിട്ട് നോട്ട് എഴുതുമായിരുന്നു. പിന്നെ നോട്ട് അയച്ചു വരുമ്പോൾ അതൊന്നുകൂടെ പഠിക്കും. അങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ച എക്സ്ട്രാ റീഡിങ്ങും കൂടെ ആവാമെന്നൊക്കെ കരുതി വേറെ ഒരുപാട് റീഡ് ചെയ്യാൻ നോക്കി. പക്ഷെ അപ്പോൾ എനിക്ക് മനസ്സിലായത് സാറ് പറയുന്നതിനപ്പുറം എനിക്ക് ഒരിടത്തൊന്നും ഒരു നോട്ട്സ്, ഒരു മെറ്റീരിയൽസും എനിക്ക് കിട്ടിയില്ല. സാറ് പറയുന്നത് കംപ്ലീറ്റ് ആയിരുന്നു, എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. അത്രയും കണ്ടന്റ് എനിക്ക് വേറൊരിടത്തൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ട് തന്നെയാണ് പ്രിൻസിപ്പൽ കൗൺസിലർ എക്സാമിന് പോയത്. പിന്നെ സാറിൻ്റെ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്തു. സാറ് ഭയങ്കര മോട്ടിവേഷനാണ്. തലേ ദിവസമൊക്കെ വിളിച്ചിട്ട് പോയിന്റ് റൂട്ട് വരെയും പറഞ്ഞു തന്നു. അവിടെ എത്തിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. അത്രയും ഹെൽപ്പിംഗ് ആയിരുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. സാറ് പറഞ്ഞു തന്ന അനുസരിച്ചിട്ട് പോയപ്പോൾ എനിക്ക് ഒരു കോളേജ് എക്സാം ഹാൾ വരെ എനിക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ പക്ഷേ എനിക്ക് കുറച്ച് പ്രോബ്ലംസ് വന്നത് ടൈം മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഒരു 50-60 ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ഭയങ്കര ഈസി ആയിരുന്നു. സാറിന്റെ ടെസ്റ്റ് പേപ്പറിന് ഇട്ട സെയിം ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാറ് പഠിപ്പിക്കാത്തതെന്ന് വളരെ കുറച്ച് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ജനറലും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ സാറ് പഠിപ്പിക്കാത്തതെന്ന് വന്നതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം സാർ എന്താണോ പഠിപ്പിച്ചു വിട്ടത് ആ സെയിം തന്നെയാണ് വന്നത്. ഞാൻ എന്തെങ്കിലും പഠിക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം നഷ്ടം എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ സമയത്തിന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആയി. സമയം കിട്ടാത്തത് കൊണ്ട് കുറെ എനിക്ക് തെറ്റിപ്പോവുകയും ചെയ്തു. വിചാരിച്ചത്രയും മാർക്കും കിട്ടത്തില്ല. അപ്പൊ ഞാൻ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് സാറിനെ വിളിച്ചില്ല. 2-3 ദിവസം കഴിഞ്ഞ് സാറിന്റെ മെസ്സേജൊക്കെ വന്നപ്പോൾ തിരിച്ചു വെച്ച് സാറിനെ വിളിച്ച സങ്കടം പറയാ ചെയ്തത്. ഇപ്പൊ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ മെയിൻ ലിസ്റ്റ് തന്നെയുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു. അത്രയും ആ ഒരു ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഒരു റിസൾട്ട് ആവുന്നത്. സാറും അത്രയും കോപ്പറേറ്റീവ് ആണ്. സാറ് തരുന്ന നോട്ടിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല, അത്രയും ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു എക്സാമിന് ചോദിച്ചത് മുഴുവൻ. സൗമ്യ കരഞ്ഞത് പറഞ്ഞില്ലല്ലോ. അത് കരച്ചിലായിരുന്നു. ഞാൻ വിളിച്ചിട്ട് എക്സാം കഴിഞ്ഞ് സാർ എന്നെ തിരിച്ചു വിളിക്കുക ചെയ്തത്. അപ്പൊ ഞാൻ സാറിനോട് കരയുമായിരുന്നു. ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തു, ഇത്രയും ആഗ്രഹിച്ചു പോയിട്ട് ആ ടൈമിന്റെ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് കിട്ടിയില്ല, എനിക്ക് ഇത്ര മാർക്കേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ പല സ്ഥലത്തുനിന്നും അറിയാവുന്ന എക്സാം എഴുതിയ ആൾക്കാരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ഇത്ര മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ എന്നെ ഇങ്ങനെ വഴക്ക് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന്, ഇത്രയും മാർക്ക് ഇവിടെ ആർക്കും കിട്ടിയതായിട്ട് നിങ്ങൾ ആരും അറിഞ്ഞില്ല. അപ്പോഴും ഞാനിങ്ങനെ വീണ്ടും ഇങ്ങനെ സന്ധ്യയ്ക്ക് സൂര്യൻ ഉദിച്ച പോലെയൊക്കെ എനിക്ക് തോന്നിയത്. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കേട്ടപ്പോഴേക്കും. എന്നാലും ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഉണ്ട്. ലിസ്റ്റിൽ വന്നു. ഇനി അടുത്ത ഇന്റർവ്യൂ ആണ്, ഈ 19-ാം തീയതി ഇന്റർവ്യൂ ആണ്. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിപ്പോൾ സാറ് വിളിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോട്ടിവേഷനൊക്കെ ഉണ്ടായിരുന്നു. അതാണ് സാറ് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഇങ്ങനെ വിളിച്ച് സംസാരിച്ച് എപ്പോഴെങ്കിലും ഒന്ന് പുറകോട്ട് പോയി അതിനെല്ലാം ഉന്തിത്തള്ളി കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി, അതിന്റെ റിസൾട്ട് കിട്ടി. അങ്ങനെ തന്നെ ആയിരിക്കണം നമുക്ക് ആ ഒരു ജോലി നമ്മുടെ ഒരു ആഗ്രഹം മാത്രമായിരിക്കും, നമ്മുടെ ലക്ഷ്യമായിരിക്കും. നമുക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നൊരു തോന്നലുണ്ടെങ്കിലേ നമുക്കത് കിട്ടുള്ളൂ. നമ്മൾ അതിനുവേണ്ടി അങ്ങ് നമ്മളറിയാതെ വർക്ക് ചെയ്ത് പോകും. അതുപോലെ എല്ലാവരും ഈ അടുത്ത ടെസ്റ്റ് വരെയാണ്, CDP ടെസ്റ്റ് വരെയാണ്. മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, കിട്ടും. സാറ് കൂടെ ഉണ്ട്. സാറ് തരുന്ന മെറ്റീരിയൽ മതി, അത് മാത്രം മതി. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സാറിന് താങ്ക് യു ഇത്രയും ഹെൽപ്പ് ചെയ്തതിന്. താങ്ക് യു സർ. താങ്ക് യു സൗമ്യ. അപ്പൊ സൗമ്യ പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരും അത് മനസ്സിലേക്കൊന്ന് ആവാഹിച്ചെടുത്ത്, കാരണം പറഞ്ഞത് കൃത്യമായിട്ട്, അതായത് ഒരു എക്സാം എഴുതി, അടുത്ത എക്സാം എഴുതി, 3-ാമത്തെ എക്സാമിൽ എന്നിട്ട് അതിൽ ആകെ കരഞ്ഞ അവശതയായി. പക്ഷേ തമ്പുരാൻ കൽപ്പിച്ചിരിക്കുന്നത്, നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിൽ പതറിയിരുന്നെങ്കിലോ, അതാ പറഞ്ഞത്, അതാണ് ആ കുട്ടി പറഞ്ഞത്, അത് നമ്മുടെ ലക്ഷ്യമാക്കി നമ്മളുടെ കൂടെ കൂട്ടണം, എങ്കിൽ നമുക്ക് വിജയം. അതാണ് ഈ വിജയിച്ചവരുടെ കഥകൾ വായിക്കണം, അത് മനസ്സിലാക്കണം.
അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് ഇവരെ കൊണ്ടെല്ലാം നമ്മൾ സംസാരിപ്പിച്ചത്. അപ്പം അതിൽ നിന്ന് കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം ഇവരെല്ലാം പറഞ്ഞ് അത്രയും കഷ്ടപ്പെട്ടാലേ നമുക്കത് കിട്ടത്തുള്ളൂ കുട്ടികളെ, അതല്ലാതെ വെറുതെ ഒരു ഈസി ഗോയിങ് ആയിട്ട് കിട്ടത്തില്ല. ഇപ്പം 2-3 പേര് സംസാരിച്ചു, 3 പേരും പറഞ്ഞത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, വേറൊരു മെറ്റീരിയൽ നിങ്ങൾ തേടി പോകേണ്ട ആവശ്യമില്ല. അത് 100% ഉറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയും. കാരണം ഇതുവരെ നടന്ന എക്സാമുകൾ വിലയിരുത്തിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആ എഴുതിയ കുട്ടികളും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വേറൊരു മെറ്റീരിയൽ ഒന്നും അന്വേഷിച്ച് പോകണ്ട. നിങ്ങൾക്ക് വേണോ, നിങ്ങൾ ഈ എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അത് വിട്ടുപോകാതെ, നിങ്ങൾ ആ ലക്ഷ്യം വിട്ടുപോകാതെ നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പം അതുകൊണ്ട് അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അപ്പം അതുപോലെ തന്നെ നമ്മളുടെ കൂടെ ഇപ്പോൾ നമ്മളോട് അനുഭവങ്ങൾ പങ്കുവെച്ച കുട്ടികളുണ്ട്. അപ്പോൾ അതിൽ രണ്ട് പേര് ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിൽ, ഒരാൾ 19-ാം തീയതി ഇൻ്റർവ്യൂവിൽ ആണ്, അടുത്ത ആൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ. അതേപോലെ ICDSൻ്റെ ജനറലിൻ്റെ റാങ്ക് ലിസ്റ്റ്, അതിൽ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല. അപ്പം അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. കാരണം ആ കുട്ടികൾക്ക് അത്രയും കഷ്ടപ്പെട്ട് ഇവരോരോരുത്തരും ഒരു വലിയൊരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ആ തസ്തികയിലെത്തണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചെത്തിയ മക്കളാണ്. അവർക്കെല്ലാവർക്കും സർവശക്തനായ തമ്പുരാൻ, ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ എത്രയും പെട്ടെന്ന് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവർക്ക് ആ ജോലി എത്രയും പെട്ടെന്ന്, റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് മാത്രം കാര്യമില്ല, ജോലി എത്രയും പെട്ടെന്ന് അവർക്ക് ആഗ്രഹിച്ച പോലെ ആ ജോലി ലഭ്യമാകാനും, നാളുകളിൽ നമുക്ക് വേണ്ടി ഇതുപോലുള്ള സംസാരിക്കാനായിട്ട് ജോലി കിട്ടി ആ ജോലിയിലിരുന്നു കൊണ്ട്, ആ തസ്തികയിലിരുന്നു കൊണ്ട് സംസാരിക്കാനായിട്ട് ആ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായി. ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ മൺഡേ തുടങ്ങി, തിങ്കളാഴ്ച തുടങ്ങി നമ്മുടെ പ്രയാണം, നമ്മുടെ യാത്ര ആരംഭിക്കേണ്ടതുണ്ട്. ആ കുട്ടിയോട് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. എനിക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയാം, നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്കല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. നിങ്ങൾ മുടക്കുന്ന ആ പൈസയ്ക്ക് ഒരു മൂല്യം നിങ്ങൾ ഓരോരുത്തരും കാണണം. നിങ്ങൾ അനുഭവിക്കേണ്ട, നിങ്ങളുടെ കുട്ടികൾ അനുഭവിക്കേണ്ട, നിങ്ങളുടെ കുടുംബം അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു പൈസയാണ് നിങ്ങൾ എനിക്ക് ഫീസായിട്ട് തരുന്നത്. അതെനിക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, അത് ഞാൻ ഉപയോഗിക്കുമ്പോൾ അതിനൊരു ഫലം എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിനനുസരിച്ചിട്ടുള്ളൊരു ഫലം കിട്ടണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് പറയുവാണ്. നിങ്ങൾ പഠിക്കണം. അതല്ലാതെ വെറുതെ സാറിന് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്, ആ VAG അക്കാഡമിക്സിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരിക്കലും റാങ്ക് ലിസ്റ്റിൽ എത്തത്തില്ല. നമുക്ക് നിരാശയായിരിക്കും ഫലം. അങ്ങനെയല്ല, നമ്മൾ ആ പൈസയ്ക്ക് ഒരു മൂല്യം കണ്ടുകൊണ്ട് നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ സെഷൻ ഇനി ആർക്കും വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും നമ്മുടെ കോഴ്സിനെ പറ്റിയോ കാര്യങ്ങളെ പറ്റിയോ, എന്തെങ്കിലും പുതിയ കുട്ടികൾക്കോ കാര്യങ്ങൾക്കോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളുടെ ക്ലാസ്സുകളെല്ലാം ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെയാണ് ലഭ്യമാകുന്നത്. നമുക്ക് ക്ലാസ് ടൈം നമ്മളുടെ ആ ഗ്രൂപ്പിൽ ടൈം വരും. അപ്പോൾ അതനുസരിച്ചിട്ട്, അതുപോലെ നിങ്ങൾ ഫീസ് അടയ്ക്കാത്തവരാണെങ്കിൽ ഫീസ് അടച്ചിട്ട് സ്ക്രീൻഷോട്ട് ഇടുക, ഒപ്പം മെയിൽ ID കൂടി തരിക. അപ്പോൾ നിങ്ങളുടെ പുതിയ ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കും. പിന്നെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം അതിലൂടെ വരും. നമുക്ക് PDF നോട്ടുകളുണ്ട്, അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മളുടെ കോച്ചിങ് എക്സാം വരെയും ആണ് കോച്ചിങ് ഉള്ളത്. അതിനിടയിൽ സിലബസിൽ പരിഷ്കാരങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെടില്ല എന്ന് പൂർണ്ണമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. മാറിയ സിലബസ്, അതാണ് എക്സാം വരെയും ക്ലാസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സിലബസ് മാറുവാണെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ പുതിയ സിലബസും നമ്മൾ എടുത്തു തരും. ഇപ്പോൾ തന്നെ നമ്മൾ എടുക്കുന്നത് കുറച്ച് വൈഡായിട്ട് തന്നെയാണ്. അപ്പോൾ ആ
മിക്കവാറും ആ സിലബസ് തന്നെ കവേർഡായി പോകും. ഇനി അതല്ല പുതിയത് അതിൽ ആഡായി വരുവാണെങ്കിലും നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട, നിങ്ങൾക്ക് എന്തായാലും ആ ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുവാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു തസ്തികയിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും നമ്മൾ അതിൻ്റെ ഉയർന്ന തലത്തിലേക്ക് നമ്മളൊരു ചിന്താഗതി വെച്ച് പുലർത്തണം. ഒരിക്കലും നമ്മൾ ആ ഇരിക്കുന്ന എനിക്കിത് മതി എന്നുള്ള രീതിയിലല്ല. നമ്മൾ പഠിച്ചിരിക്കുന്നത് വെച്ചിട്ട് നമ്മളുടെ ആ പ്രായത്തിൽ, നമ്മുടെ ആ ചെറിയ പ്രായത്തിൽ നമുക്ക് വലിയൊരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു കുതിപ്പായിരിക്കണം നമ്മളുടെ ജീവിതം. അത് നമ്മളുടെ കുട്ടികൾക്ക്, നിങ്ങൾ വളർത്തുന്ന മക്കൾക്ക് ഇതെല്ലാം ഒരു പാഠമായിട്ട്, ഒരു മാതൃകയാക്കി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും വേറെ എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടോ ആർക്കെങ്കിലും? ആർക്കും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച തുടങ്ങി ക്ലാസ്സുകൾ ആരംഭിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ എന്നും പ്രാർത്ഥിക്കാറുള്ളത് പോലെ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി നിങ്ങളെല്ലാവരെയും ആവോളം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അതുപോലെ പലവിധ പ്രയാസങ്ങൾ കൊണ്ടും ദുഃഖങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും ഒക്കെ, രോഗങ്ങൾ കൊണ്ടും ഒക്കെ കഷ്ടപ്പെടുന്നവർ നമ്മളുടെ ചുറ്റുപാടുമുണ്ട്, നമ്മളുടെ വീടുകളിലുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം സർവശക്തനായ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ മാറ്റി എല്ലാവർക്കും സൗഖ്യവും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അതുപോലെ തന്നെ പലവിധ ആഗ്രഹങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ തന്നെ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെടാനായിട്ട്, അതല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ഇനി ജോലി ലഭ്യമാകുമോ, ഇൻ്റർവ്യൂവിൽ നല്ല മാർക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ കൊണ്ട് കൂടിയിട്ടുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പോൾ വന്ന് സംസാരിച്ച കുട്ടികളുടെ ഇടയിലുണ്ട്. അവർക്കെല്ലാവർക്കും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ച് ജോലിയിൽ കയറാനായിട്ടുള്ള ഭാഗ്യം സർവശക്തനായ നാഥൻ നൽകി എല്ലാവരെയും ആവോളം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുവാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും. ഓക്കെ, താങ്ക് യു സർ.